ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റത്തെ നോമ്പിന് ഒരു കുഞ്ഞ് നോമ്പുതുറ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മോളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള പിസ്സയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കനും ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടുള്ള ഒരു പിസ്സയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം തന്നെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് പിസ്സ ആദ്യം റെഡിയാക്കി എടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കിട്ടിയപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ സോസ് ഒഴിക്കാത്ത പിസ്സയാണ് ഉണ്ടാക്കിയത്. ഇനി പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പത്തിരിയും ഉണ്ടാക്കും, പിന്നെ ചോറും ഉണ്ടാക്കും. നെയ്ച്ചോറോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും വേറെ ഒരു റൈസും ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ചിലവർക്കത് പറ്റും, ചിലവർക്ക് പറ്റില്ല. അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ പത്തിരിയൊക്കെ ഇതാ ഓരോന്നോരോന്ന് ചുട്ടെടുത്ത് കാസറോളിൽ വെക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറും അതിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതലുണ്ട്. ഇത് ഞങ്ങൾ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പള്ളിയിൽ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ളതും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു റൂഹ് അഫ്സൻ്റെ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് 2 നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അധികം മധുരം വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇട്ടതിന് ശേഷം ഞാനിതിലേക്ക് റൂഹ് അഫ്സൻ്റെ സിറപ്പ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കളറുണ്ടാവുമല്ലോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള വെള്ളമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ചൂടല്ല, അപ്പോൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷ്മെൻ്റാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ നോമ്പ് തുറക്കുന്നത് ടെറസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഒരു പഴയ ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ തന്നെ 6 മണി കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പിസ്സയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുമൊക്കെ വന്ന് അപ്പോൾ അവരൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അടിപൊളി ഒരു വൈബ് തന്നെയായിരുന്നു. ഓപ്പൺ ടെറസിൽ ഇരുന്നിട്ടുള്ള ഒരു നോമ്പ് തുറ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ അവർ ഫ്രണ്ട്സൊക്കെ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു. അവരൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ എപ്പോഴും നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലല്ലേ നോമ്പ് തുറക്കാറ്. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മുകളിൽ നിന്ന് പെട്ടെന്നുണ്ടായ നോമ്പ് തുറയാണ്. അപ്പോൾ അധികം സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു കുഞ്ഞു നോമ്പ് തുറയാണ്. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല കാറ്റൊക്കെ കിട്ടും, ചൂടിനൊന്നും കുഴപ്പമില്ല. പിന്നെ ബാങ്കൊക്കെ കൊടുത്തു. അപ്പോൾ അവർ ഒക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് നോമ്പ് തുറ സെറ്റാക്കി. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു നോമ്പ് തുറ വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. അസ്സലാമു അലൈക്കും.